السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. അലി മൗലവി മക്കി നിർദ്ദുണ്ട്, അദ്ദേഹം രണ്ടു വാക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നമ്മുടെ കരീം റൈസിയുടെ ബദർ പടപ്പാട്ടിന്റെ ഈരടികൾ മുഴങ്ങാൻ കാത്തിരിക്കുന്ന നിങ്ങളോട് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഈ റൂമിലേക്ക് കയറി വന്നപ്പോ അദ്ദേഹം ഓൺ ചെയ്യാണ്, അത് മൂപ്പനോട് പറഞ്ഞതാണത്. ഏതായാലും സന്തോഷം. അൽഹംദുലില്ലാഹ്, നമ്മുടെ റൂമിലിപ്പോ കമ്പ്യൂട്ടറിന്റെ അഭാവമാണ്. എപ്പോഴും ശരിയായപ്പോ കമ്പ്യൂട്ടർ ചെറിയ പ്രശ്നമായി, കടകളിന്റെ കമ്പ്യൂട്ടറൊന്നും ശരിയല്ലാത്തത് കൊണ്ടുള്ള കമ്പ്യൂട്ടർ തിരക്കുകൊണ്ട് സത്യത്തിൽ ക്ലാസ് റൂമിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത് കയറാൻ മുങ്ങി നടക്കുകയൊന്നും അല്ല, അതൊക്കെ ഒരു തോന്നലാണ്. ഞാൻ വെളിച്ചത്തന്നെ ഉണ്ട്, ഒരു നേരം ഒഴിവില്ലാതെ ഇവിടെ വെളിച്ചത്തന്നെ ഉണ്ട്. ഈ ക്ലാസ് റൂമിലുള്ളവരാ പരസ്പരം മുങ്ങാറുള്ളത്, ഓരോക്കെങ്കിലും വെളിച്ചത്തിന് വരും ഇൻഷാ അല്ലാഹ്. പല ഉസ്താദന്മാരും നമ്മുടെ മുജീബ് റഹ്മാനൊക്കെ ഉണ്ടാവും ചിലപ്പോ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ ഉസ്താദിന്റെ ക്ലാസ് നമുക്ക് പടപ്പാട്ട് അത് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ദിവസങ്ങളിൽ എപ്പോഴൊക്കെ മൈക്കെടുത്ത് നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വൈജ്ഞാനികമായ നമ്മുടെ ഈ മുന്നേറ്റം അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്നിപ്പോ 21-ന്റെ രാവാണ്. അല്ലാഹു അറിയിക്കുന്ന രീതിയിൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. പരിശുദ്ധമായിരിക്കുന്ന റമദാൻ മാസത്തിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. നാം നോറ്റ എല്ലാ നോമ്പുകളും അല്ലാഹു പരിപൂർണമായിരിക്കുന്ന അർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്നലെ അമീർ എന്തോന്ന് പറഞ്ഞു, ഇന്നലെ പറഞ്ഞു വെച്ചത് എവിടെ? ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് അബൂജാഹിൽ പറഞ്ഞു, ലങ്കും മുഹമ്മദ് അമാ അലിംന, ലൈലിൽ ഭയം തോടി കടന്നവരാം. മുഹമ്മദിനെ നമുക്കറിയാലോ, അവൻ രാത്രി നമ്മളെ പേടിച്ച് ഓടിയാണല്ലേ. അതുകൊണ്ട് എങ്കിൽ കുടൻ ബദറിൽ അണയ വേണം, ദേശീ ദിനം മൂണ്ടൻ ഇരിക്കാ വേണം. നമ്മൾ ബദറിൽ പോയിട്ട് 3 ദിവസം അവിടെ അടിച്ച് പൊളിച്ച് നമുക്ക് കഴിയണം. ഇവിടെയാണോ നമ്മൾ ഇന്നലെ നിർത്തിയത്? ഇവിടെയാണോ? ഓക്കെ. എന്നാൽ ഇരുന്ന് നെടുകളെ അറുക്കയും അത് ഭുജിക്കയും കമ്പ് കൂട്ടിക്കയോ ഇടരെ ഭജതടിക്കയും ദഫ് മണിക്കയും ചുള വിളിക്കയോ തിരമയതുപോലെ തകർക്കലായി നമ്മൾ ഇരിക്കിലോ ദിനം ഒരിക്കലും സിഹിറ മുഹമ്മദും എടുക്കുന്നേ ശബ്ദ പലിക്കുക ഒരു വിധത്തിലും. എന്നിട്ട് അവിടെ 3 ദിവസം ഇരുന്നാൽ പോരാ, ഇരുന്ന് നെടികൾ അറുക്കയും. നമുക്കെന്ത് ചെയ്യണം? ഒട്ടകങ്ങളെ അറുത്ത് അത് ഭുജിച്ച് ഹംറ് കുടിക്കുകയും നന്നായിട്ട് പൂശാവണം. ഇടരെ ബജതാശ അടിക്കയും ദഫ് മടിക്കയും, ദഫ് അടിക്കണം, ബജതാശ എന്താ സാധനം അറിയില്ല, അടിക്കണം, ചൂള വിളിക്കണം. ഇങ്ങനെയൊക്കെ അടിച്ച് പൊളിച്ച് നമുക്ക് 3 ദിവസം അവിടെ കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ഈ 3 ദിവസം ബദറിൽ കഴിഞ്ഞാൽ സിഹിറാൽ മുഹമ്മദും എടുക്കുന്നേ ഷെറ് പഠിക്കുക ഒരു വിധത്തിലും. സിഹിർ കൊണ്ട് മുഹമ്മദ് ഇപ്പോൾ കാണിച്ചു കൊണ്ടുന്ന ആ സിഹിറുകളൊന്നും നമുക്കൊരിക്കലും പറ്റാൻ പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ആരും മടങ്ങാതെ എല്ലാവരും ബദറിലേക്ക് പോരണം എന്ന് അബൂജാഹിൽ തന്റെ അനുയായികളോട് പറയുകയാണ്. ഒരുത്ത് ജഹിലൂടെ പൊടുതുണ്ട് ഇബ്നു സുഹൈഖിന്റെ ഫാരിസവന്റെ ഉനയി പറവത് പെരുത്തുണ്ട് ഒരു ചജിയന്റെ എനി മനന്തുണ്ട് വനം കൊണ്ടേ ബിരുക ജനർകളിൽ ബിരുത്തലാജകൾ മൊഴിക്ക് നേർമുന്തി നടക്കിലോ വെറുതെ പെരുകിണ്ടം ഭവിക്കുമേ ഇവൻ പെടുക്കുമേ വല്ല കൊടുക്കില്ലോ. ഒരുത്ത് ജഹിലോടെ പൊളുതുണ്ട് ഇബ്നു സുഹൈഖിന്റെ ഫാരിസവന്റെ
ഇബ്നു ശുറൈഖ് ആ സമയത്ത് പറയുകയാണ്, ഉനൈ പറവത് പെടുത്തന്റെ ഒരു ചതിയന്റെ അനുമാനം കൊണ്ട് എനിക്ക് നീ പറയുന്നതൊക്കെ ശരിയാണ് എങ്കിലും എന്തോ ചില ചതി ഇതിന്റെ ഉള്ളിലുണ്ടോ എന്ന് എനിക്ക് തോന്നുകയാണ്. ചില ചതികൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉനൈ പറവതി പെടുത്തന്റെ ഒരു ചതിയന്റെ അനുമാനം കൊണ്ട് എന്തോ എന്നറിയില്ല, ചില ചതികൾ ഇവന് പറഞ്ഞതിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഭിജിക ജനർകളിൽ പിരുത്തരാജകൾ മൊഴിക്ക് മുന്തിന് നടക്കിലോ, ബിരുദ പെരുചിന്തം ഭവിക്കുമേ ഇവൻ പെടുക്കുമേ വല്ല കൊടുക്കിലോ. ബിരുക ജനർകളിൽ ബിരുത്തരാജകൾ മൊഴിക്ക് നീർ മുന്തി നടക്കിലോ, ബിരുദ പെരുചിന്തം ഭവിക്കുമേ ഇവൻ പെടുക്കുമേ വല്ല കൊടുക്കിലോ. കൊടുങ്കം വഴിക്കകം മതിയെന്നാം കിബിൾ കൊതിയെന്നാം ഇവൻ ചതിയെന്നാം, ഫസിലായി നമുക്കുള്ള മുറവെങ്കിൽ ഇനി ഫർജോ നലവതിലെനാ. ഈ ടെസ്റ്റ് അടിക്കുന്ന ആളുകളെ ലൈവ് പരിപാടി നടക്കുമ്പോൾ ടെസ്റ്റ് ഒന്ന് കുറക്കണം കേട്ടോ. ലൈവ് പരിപാടികളിൽ ലൈവായിട്ട് നടക്കുമ്പോൾ ടെസ്റ്റ് ഒക്കെ കുറക്കുക പ്ലീസ്. ഒരു പ്രാവശ്യം അടിക്കുക, ആവശ്യത്തിന് അടിക്കുക. അതിൽ കൂടുതൽ ഇങ്ങനെ ആവർത്തിച്ചുള്ള ടെസ്റ്റുകൾ കുറച്ചേ മതിയാവും. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ വന്ന് സലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സലാം പറയുന്ന ആളുകൾ ആ സലാം പിന്തിക്കലാണ് ആ സമയത്ത് നല്ലത്. കാരണം അവരുടെ ശ്രദ്ധ തിരിഞ്ഞു പോകും, ആ ഇരിക്കുന്ന ആളുടെ ശ്രദ്ധ തിരിഞ്ഞു പോകും എന്നുണ്ടെങ്കിൽ ആ സദസ്സിലേക്ക് വരുന്ന ആളുടെ സലാം പിന്തിക്കലാണ് നല്ലത്. അപ്പൊ അത്രമാത്രം ശ്രദ്ധ മറ്റുള്ള ആളുടെ തിരിക്കരുത്. പ്രധാനപ്പെട്ട ബദരീകളുടെ ചരിത്രം പറയുമ്പോൾ അതിൻ്റെതായിരിക്കണം പറയുന്നത് ആരോ ആവട്ടെ, പക്ഷെ ഈ ബദരീകളോടുള്ള ആ ആദരവ് കുറയ്ക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കണം. ഇവിടെ കുടുംബം വഴിക്കകം മതിയനാം കിബിർ കൊതിയനാം ഇവൻ ചതിയനാം. ഈ ആള് ഭയങ്കര ചതിയനാണ്. ഹുസ്നായി നമുക്കുള്ള മുറാദെങ്കിൽ ഇനി ഫർജിയോ നല്ല ബദലാണ്. നമ്മുടെ ഉദ്ദേശം അവിടെ പൂർത്തിയായിട്ടുണ്ടല്ലോ. നമ്മുടെ ഉദ്ദേശം നമ്മുടെ സ്വത്തുക്കൾ കിട്ടലല്ലേ. അതുകൊണ്ട് ഫർജിയോ നല്ല ബദലന, ആ സമയം ഇനി നമുക്ക് നല്ലത് ഇവിടുന്ന് മടങ്ങിപ്പോകലാണ് നല്ലത്. മടങ്ങി ജൂഹത്തെ തലത്തിന്നേ ഇവ മൊളിച്ചെന്നേ അഹിനെ സുമന്നേ മാഹൂര് ജിമുനിഅത്ത് പേരുകളും നടുത്തമായി മക്കത്താണ് അണവിത്തേ. ഇതങ്ങോട്ട് കേട്ടതോടുകൂടെ ഇബ്നു ശുറൈഖിന്റെ കൂടെ 300 ആളുകൾ മടങ്ങി. 300 ആളുകൾ മടങ്ങി. 1250ഓളം ആളുകളായിരുന്നു പുറപ്പെട്ടിരുന്നത്. അതിൽ നിന്ന് 300 ആളുകൾ മടങ്ങി. ബാക്കി 950 ആളുകളാണ് അവരുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. അപ്പൊ എന്താണ് അബൂജാഹിൽ പറഞ്ഞതെന്നറിയോ? ചൊടിച്ച് ജഹദുരേ നമുക്കൊരു ബലാലിപ്പോൾ കഴിഞ്ഞു പോയി, സുറൈഖിൻ മകൻ തൊന്നിച്ചുള്ളതിനാൽ ഒരു വ്യസനമായിരുന്നത് ഷിഫായി. ഇടയിൽ അവൻ ഒരുവർക്കൂടുകിൽ ചവിച്ചേട്ടായി എന്നും ഭാവിக்கலாம். ഇതൊക്കെ അവന്റെ കുഫത്തെല്ലാം ഹൈമ എടുക്കലായുടൻ നടക്കലാം. ചൊടിത്ത് ജഹലുരെ സിനഹരെ നമുക്കൊരു ബലാലിപ്പോൾ കഴിഞ്ഞു പോയി. ആ സമയത്ത് അബൂജാഹിൽ പറയാണ്, എന്റെ സഹോദരന്മാരെ, നമുക്ക് ഒരു ആപത്ത് ഇപ്പൊ കടന്നുപോയി, ഒരു മുസീബത്ത് നമുക്കിപ്പോ കഴിഞ്ഞുപോയി. സുറൈഖിൻ മകൻ ഒന്നിച്ചുള്ളതിനാൽ ഒരു വ്യസനമായിരുന്നു അത് ഷിഫൈസ്. ഇബ്നു സുറൈഖ് കൂടെ ഉള്ളത് കൊണ്ട് വിജയം കിട്ടൂല എന്നെ മനസ്സിങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ അവനത് പോയി കിട്ടിയപ്പോ വളരെ സന്തോഷമായി. ചില ഹംസുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വിജയം ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ബലാല്, ഒരു ആഫത്ത് നമുക്ക് കഴിഞ്ഞു പോയത് കൊണ്ട് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇടയിൽ അമന്നത്തോടൊരുവർ കൂടുകൾ ചെയ്യക്കേടായി എങ്കിൽ ഭവിக்கலாம். ഇതൊക്കെ ഞാനെന്റെ കുഫത്തെല്ലാം ഹൈമ എടുക്കലായുടൻ നടക്കലാം. ഇത് പറഞ്ഞുകൊണ്ട് അവര് ജുഹഫയിൽ നിന്നും വീണ്ടും അവർ പുറപ്പെടുകയാണ്. അങ്ങനെ നടന്താർ മുതിന്താർ ആകെയുമെത്തി നസലു ജുഫ്ന തലത്തിൽ, പിന്നീട് ഒരു ജുഫ്നയിലെത്തി. നെഡിലുകൾ ചുമയും കിഴിത്തേലിൽ നിലയാക്കിയിരുന്തേലയിൽ
തടിയാനിഴലിൽ അതു തന്റെ ജബ്ജാബിൽ മനഫവർ ഈന്തേ തുടർമക്കളാലുള്ള ജുഹൈനെ തുഞ്ചലിൽ കനിന്തേ ഗമനാമ് മാനാമിന്നവർ ഞെട്ടിയുണർന്ന് മറ്റേ കൗമിൽ വിളിത്ത് മോളിന്ത്. ആ സമയത്ത് നടന്താർ മുതിന്ത ഗയം എത്തി നസലു ജുഫ്നത്ത് ജുഫ്ന എന്ന് പറയുന്ന സ്ഥലത്തവരെത്തി. നെതിൽകൾ ചുമയും കിഴിത്തേലിൽ നിലയാക്കി ഇരുന്ന അന്തരെ അവരുടെ ചരക്കുകളും മറ്റുമൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് അവര് അവിടെ കാത്തിരിക്കുകയാണ് ജുഫ്നയിൽ. പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ. നെടികൾ ചുമയും കിഴിത്തേലിൽ നിലയാക്കിയിരുന്നത് അന്തലയിൽ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് തടിയാൽ നിഴൽ ഇല്ലാതോർ തന്റെ തടിക്ക് നിഴലില്ലാത്ത മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മോയിൻകുട്ടി വൈദ്യർ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ് ഈ ചരിത്രം. അവിടെ എഴുതി പറയുന്നത് എന്താണ്? തടിയാർ നിഴൽ ഇല്ലാതോർ തന്നെ, തടിക്ക് നിഴലില്ലാത്ത, ഇടക്കുണ്ടാകും ഇടക്കുണ്ടാവില്ല എന്നല്ല, തടിയിൽ തീരെ നിഴലില്ലാത്ത, പുണ്യ ശരീരത്തിന് തീരെ നിഴലില്ലാത്ത മഹാനാർത്ഥത്തിന്റെ പ്രവാചകന്റെ വല്ലിപ്പേർക്കുന്ന അബ്ദുൽ മനാഫിന്റെ മക്കളിൽപ്പെട്ട ജുഹൈന് ഒരു സ്വപ്നം കാണുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ജുഫൈനയിൽ വെച്ചുകൊണ്ട് ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം എന്താണ്? മറ്റ് കൗമിൽ വിളിത്ത് മോളിന്ത് സിനഹോർകളൊക്കെ പിന്നാലിന്ത് സമയ കണ്ട ജപാൽ കനവുണ്ട് കനദീ ഫറുസാൽ ഒരുവൻ താൻ കങ്കை പോലെ പറന്തിങ്കി വന്താൻ തന്നം നമ്മളെ പൂകൾ ഓക്കെ തറ ചൂറ്റി വിളിത്തുമ്മൂരക്കൈ. അദ്ദേഹം പറയുകയാണ്, എന്റെ സഹോദരന്മാരെ, ഞാൻ ഒരു അത്ഭുത സ്വപ്നം കാണുകയാണ്. ഒരു അത്ഭുത സ്വപ്നം കണ്ടുപോയി. കനദീ ഫറസാൽ ഒരുവൻ താൻ കങ്കை പോലെ പറന്തിങ്കി വന്നാൻ. ഒരാള് കുതിരപ്പുറത്ത് പരുന്ത് പോലെ അതിശക്തമായ രൂപത്തിൽ പറന്ന് ഇങ്ങോട്ട് വന്നു. തനം നമ്മളെ പൂകളൊക്കെ തറ ചൂറ്റി വിളിത്തുമ്മൂരക്കൈ ഒരേ മൂറ്റ ശുചായികളോരെ ഒരേ പേരെ തിരിത്തവൻ കൂറി. അങ്ങനെ ആ മനുഷ്യൻ പരുന്ത് പോലെ പാറി വന്നിട്ട് വളരെ ശക്തമായിരിക്കുന്ന രൂപത്തിൽ ഇങ്ങോട്ട് വന്നതിന് ശേഷം അവൻ ഖുറൈശി പ്രമുഖരായിരിക്കുന്ന ഓരോ ആളുകളെയും വിളിച്ചുകൊണ്ട് അബൂജാഹിൽ, അബുൽ ഹക്കം, നദർ, ഉമയ്യത്ത്, ഉതബത്ത് പോലെയുള്ള ഷൈബത്ത് പോലെയുള്ള ആളുകളൊക്കെ പേര് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, തരം നീപ്പടിച്ചൽ പെടുവോരേ സകലം കുലപ്പെട്ടിടും ചേരേ. പ്രധാനപ്പെട്ട ആളുകളെ മുഴുവനും വിളിച്ചിട്ട് നിങ്ങളൊക്കെ നാളെ മരിക്കാനുള്ളവരാണ്, ചാകാനുള്ള ആളുകളാണോ എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. മാത്രമല്ല പരമാറ്റുള്ള പേർ സങ്കലത്തിൽ പറ്റും വന്മുറിയുഷരത്തിൽ ഒരു നട ചൂറ്റി ഒട്ടക കൊണ്ടും കാഴുത്തിൽ വേട്ടി. അങ്ങനെ പ്രധാനികളായിരിക്കുന്ന ആളുകളെ മുഴുവനും വിളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ മരിക്കാൻ പോകുന്ന നാളെ മരിക്കും എന്ന് മാത്രമല്ല ബാക്കിയുള്ള ഒരുപാട് ആളുകൾക്ക് വലിയ പരിക്ക് പറ്റും എന്നും പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ ഒട്ടകത്തിന്റെ കഴുത്തിൽ വെട്ടിയിട്ട് എന്ത് ചെയ്തു? യശും തേറ്റമേ ചോണിതം ചാടി എല്ലാ സൊഫിലും ചുറ്റി അതോടി. അങ്ങനെ ആ ഒട്ടകം എല്ലാ ലൈനിലും, അവരുടെ നിൽക്കുന്ന എല്ലാ ലൈനിലും ആ ഒട്ടകം ഓടുകയും വശമേ പല തുള്ളികളിലില്ല, വരമേലും തൊഴിവില്ല. ആ അവിടെ കിടക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് ആ ഒട്ടകത്തിന്റെ ആ രക്തം തെറിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സ്വപ്നം ഞാൻ കാണുകയുണ്ടായി. പഴന്ത പിള്ളന ഉണർന്നിട്ട് പറഞ്ഞ കനവെല്ലാരും കേട്ട്. ഈ സ്വപ്നം കൂടി അപ്പൊ കേട്ടപ്പോ നേരത്തെ ആറ്റിക പറഞ്ഞൊരു സ്വപ്നം, പിന്നീട് ഇപ്പോൾ ജുഹൈന് പറഞ്ഞ സ്വപ്നം, ഇതൊക്കെ പാടൊന്ന് കേട്ടപ്പോ അബൂജാഹിൽ എന്താ പറഞ്ഞത് അറിയോ? കേട്ടുപൻകാരൻ കോട്ടി ചിരിത്ത് കേളുനൈഷയാത്തീൻ കളിപ്പിത്ത്. അബൂജാഹിൽ പറഞ്ഞു, നിന്നെ ഷെയ്ത്താൻ കളിപ്പിച്ചതാടോ പറഞ്ഞു. മാത്രമല്ല എഴുതങ്ങട്ട് ചിരിച്ചു, ഭയങ്കര ചിരി.
കോട്ടിക്കൊണ്ടബൂജാഹിലും പിന്താൻ കൂറൽ പാട്ടാങ്ങെന്നോർത്തിട വേണ്ട ചിട്ടം അബ്ദുൽ മനാഫിന്റെ മക്കൾ തന്നെ കാണുന്നതെന്ത് കിനാക്കൾ. എന്നിട്ട് പറഞ്ഞു, ഇവൻ പറഞ്ഞതങ്ങനെ വിശ്വസിക്കുന്നു പറഞ്ഞിട്ടോ, അങ്ങനെ സ്വപ്നം കണ്ടോളണമെന്നില്ല, പാച്ചാൻ നോനാനാ പറയുന്നത്. എന്താ ഇവര് കുറച്ച് സ്വപ്നക്കാരിറങ്ങിയിട്ടുണ്ടല്ലോ, പഴയ കാലത്ത് കുറച്ച് സ്വപ്നക്കാരിറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അബ്ദുൽ മനാഫ് അങ്ങനെയാണെങ്കിൽ ഈ അബ്ദുൽ മനാഫിന്റെ മക്കൾ തന്നെ എന്താ ഈ സ്വപ്നം കാണുന്നത് അല്ലേ? അബ്ദുൽ മനാഫിന്റെ മക്കൾ തന്നെ ഇങ്ങനെ സ്വപ്നം കാണാൻ പാടില്ലല്ലോ. കാട്ടിച്ചൊല്ലും ചെയ്യാൽ നീതമെങ്കിൽ കണ്ടിരണ്ടയോ ഞാനൊണ്ടി ചൊങ്കിൽ ചില പോരിഷ ബുദ്ധിയും രാജ കേവലം പെറ്റു ഞാനല്ലേ ഫൗജ. അബൂജാന്റെ പ്രശ്നം അതാണ്. അങ്ങനെ ഇതൊക്കെ അങ്ങനെ ഒരു ശരിയായിരിക്കുന്ന സ്വപ്നാണെങ്കിൽ ഇതൊക്കെ കാണേണ്ട ആള് ഞാനല്ലേ? ഞാനല്ലേ തറവാട്ടുകാരൻ, ഞാനല്ലേ ബുദ്ധിയുള്ളവൻ, ഞാനല്ലേ വീരശൂര പരാക്രമി. എന്നിട്ട് എനിക്ക് കാണിക്കാത്തൊരു സ്വപ്നം ഇവർക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാൻ. ആറ്റിക സ്വപ്നം, ജുഹൈമിന്റെ സ്വപ്നം, എന്താണ് മുഹമ്മദ് നബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബൂജാഹിൽ കളിയാക്കി. എന്നിട്ട് പറയുകയാണ്, അളവം മൊളി ശുദ്ധ കളവാം ആറ്റിക്ക കൊപ്പിത്തൂറ്റേക്കിനാവാം. ഇത് ശരിക്കും ആറ്റിക്കാവിനോട് ഒപ്പിച്ചുകൊണ്ട് ആറ്റിക്കയുടെ സ്വപ്നം കണ്ടപ്പോ അതിനൊന്ന് സ്ഥിരപ്പെടുത്താൻ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവനുണ്ടാക്കിയ നാടകം, അല്ലാതെ മറ്റൊന്നുമല്ല. എന്നിട്ട് പറയാണ്, ചുള്ളി എന്നിവ ചൊല്ലിയടങ്ങി ജുഹൈമോടവന്നി കൈപിണങ്ങി. അപ്പൊ അതുകൊണ്ട് ഇവൻ പറഞ്ഞതൊക്കെ പാച്ച നോണയാണ്. ജുഹൈമ ഇപ്പൊ ചെറിയ നബി, മുഹമ്മദ് വലിയ നബി, ആറ്റിക നബിച്ചി, ഏതായാലും തീ പോത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വല്ലാതെ കളിയാക്കാൻ തുടങ്ങുകയും ജുഹൈമിനോട് അദ്ദേഹം പണങ്ങുകയും ചെയ്തു. പിറകത്തലം വിട്ട് നടന്നാർ പേശും താനം ബദർ തന്നിൽ ചേർന്നാർ. അങ്ങനെ അവരെവിടെത്തി, ബദറിൽ എത്തി. പറരാവിയാക്കാൻ കൊല്ലാതെന്ന് പർവ്വതത്തിൻ തീര ചേരു തന്നെ അറിവീൻ ബദർ കാമദീന അത് രണ്ടിന്റെ കുൾമക്കാണ. പിന്നീട് പറയുന്നത് അക്കൻകുൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അവരെത്തിയത്. ബദർ മക്കയുടെയും മദീനയും ഇടയിലുള്ള സ്ഥലമാണ്. ബദർ കണ്ട ആളുകൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ബദർ പ്രദേശം കണ്ട ആളുകൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ബദർ കണ്ട ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇപ്പോ അങ്ങോട്ട് പ്രവേശിക്കാൻ, അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. ഏതായാലും ബദർ, അപ്പൊ അതുകൊണ്ട് നീ പറയുന്നില്ല എവിടെയാണ് ബദർ. ബദർ എന്നുള്ള പേര് വരാൻ കാരണം എന്താണ് എന്നുള്ള പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഒരു കിണറുണ്ടായിരുന്നു എന്നും ആ കിണർ കുടിപ്പിച്ച ആളുടെ പേര് ബദർ ആയിരുന്നു എന്നും ആ ബദർ എന്നുള്ള സ്ഥലപ്പേര് പിന്നീട് അങ്ങോട്ട് വ്യാപകമായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇപ്പോ അബൂജാഹിലും പാർട്ടിയും ബദറിലെത്തി. ഇനി നമുക്ക് നബിയെയും സഹാബത്തിനെയും ഇങ്ങോട്ട് കൊണ്ടുവരണം. അബൂജാഹിലിനെയും പാർട്ടിയെയും നമ്മൾ എത്തിച്ചു. ഇനി നബിയെയും സഹാബത്തിനെയും നമ്മൾ കൊണ്ടുവരണം. അതിനാദ്യമായിട്ട് നബി തങ്ങളിപ്പോ എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയണം. ആർക്കറിയാം? നബിയും സഹാബത്തും ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? കൊണ്ടുവരണമെങ്കിൽ സ്ഥലം അറിയാതെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അമീർ കുടുങ്ങി. മാഷാ അല്ലാഹ്, ഗഫറാൻ. അപ്പോ ചോദിച്ചതിന് ഫലമുണ്ട്. അല്ല, കാതികൻ ഫ്രീ, പിന്നെ അതുപോലെ തന്നെ പാട്ടുകാരൻ ഫ്രീ, മൈക്കിന് വാടകല്ല, പിന്നെ പാട്ടപ്പിരിവില്ല, പിന്നെ നിങ്ങൾക്കോട് ചോദ്യം കൂടി ചോദിച്ചിരിക്കും. പിന്നെ എന്തിനാ നല്ലത്? ഏതായാലും അൽഹംദുലില്ലാഹ് ഗഫറാനിലാണ് മഹാനാക്കുന്ന പ്രവാചകൻ ഇപ്പോൾ ഉള്ളത്. പത്തേക്കാനും റാവിബോളിൻ ഫളിലാറ്റിയും സഹാബോറെല്ലാം പവനം ഫീറാന തലത്തിലേറ്റി പാർപ്പാദീന നായൻ അരുളാലെ ജിബിലിഷി അരുളാലെ ജിബിലിഷിന്ത് ബന്ദ് തിരുനബിക്ക് സലാമൊളിന്ത്
കരമേറ്റി ലഭിച്ചോടിയേകളുണ്ട് അമരർ ആരുൾ ആയത്തോടെ. മഹാനാർക്കുന്ന പ്രവാചകനും സഹാബത്തും ഗഫ്റാനിൽ വിശ്രമിക്കുകയാണ്. ആ സമയത്ത് മഹാനാർക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, നബിയെ അല്ലാഹുവിന്റെ സലാമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം കൈ കൊടുത്തതിന് ശേഷം ചോദിക്കുന്നു, പറയുന്നു, നബിയെ വൈദിക്കുമുല്ലാഹു യഹദത്തായിഫത്തെ, രണ്ടാണൊന്ന് അള്ളാഹു താങ്കൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നബിയെ. ഒന്നിരിക്കൽ ഒരു ഭാഗത്തിൽ കൂടെ അബൂ സുഫിയാന് വമ്പിച്ച ലാഭവുമായിക്കൊണ്ട് വമ്പിച്ച സ്വത്തുക്കളുമായിക്കൊണ്ട് ഷാമിൽ നിന്ന് അബൂ സുഫിയാൻ ഒരു ഭാഗത്തിൽ കൂടെ വരുന്നുണ്ട്. മറുഭാഗത്തിൽ കൂടെ അബൂ ജാഹിൽ 1000-ഓളം യോദ്ധാക്കളുമായിക്കൊണ്ട് സർവായുധ സജ്ജരായിക്കൊണ്ട് മറുഭാഗത്തിൽ കൂടെ അബൂ ജാഹിലും പാർട്ടിയും വരുന്നുണ്ട്. അതിൽ നിന്ന് ഏതാണോ താങ്കൾക്ക് വേണ്ടത് അതിൽ നിന്ന് ഒന്ന് കീഴ്പ്പെടുത്തി തരാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. ഏതാണ് താങ്കൾക്ക് വേണ്ടത് എന്ന് മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്. എന്തൊമ്പറുമൊഴിന്തോട്ടന്മാകേരി ചെണ്ടർ അന്നബി സാഹബാകെ പേരിൽ പണ്ടൻ പൊന്നാമൽ വാഴി പോലെ കൂറി എമ്പി മൂഷവരത്താലേ കൂട്ടേനീനവുങ്കൾ തുണ്ടാം തീഹനീയാം കുറികളിൽ തലമോപ്പം തലമോപ്പം മാർഗളേയോ അല്ലാവാനീമത്ത് മാലോ വേണ്ടും കുടി നീജം ഓർത്തു ചൊല്ലി. മഹാനായിരിക്കുന്ന പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കുന്നതല്ലയോ സഹാബത്തെ, ഒരു ഭാഗത്തിൽ കൂടെ അബൂ സുഫിയാനെ വമ്പിച്ച സ്വത്തുക്കളുമായി കൊണ്ടുവരുന്നുണ്ട്, മറുഭാഗത്തിൽ കൂടെ നമ്മെ അങ്ങേയറ്റം പീഡിപ്പിച്ച അബൂ ജാഹില് 1000-ഓളം യോദ്ധാക്കളുമായി കൊണ്ടുവരുന്നുണ്ട്. അതിൽ നിന്ന് ഏതാണ് നമുക്ക് വേണ്ടത്? രണ്ടാളെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രണ്ടാളെന്ന് കീഴ്പ്പെടുത്തി തരാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് സഹാബത്തെ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സഹാബത്തിനോട് ചോദിക്കുന്നു, അല്ലാ ഗനീമത്തുമാലോ വേണ്ടും കൂടിയ നിജം ഓർത്തു ചൊല്ലി എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് ഒരു തീരുമാനമെടുത്ത് എന്നോട് പറയൂ. ചൊല്ലിനാർ സഹാബിൽ ചിലറുകൾ മുല്ലപ്പൂ കമഴ്ന്ന ഹബീബപ്പോൾ നല്ലതും എളുപ്പം മുതലാമപ്പോൾ ചൊന്തയെ മോളി കേട്ട് നൈനാൾ. അപ്പൊ ചില സഹാബത്ത് പറഞ്ഞു, നബിയെ നമുക്ക് ഏറ്റവും നല്ലത് അബൂ സുഫിയാനെയും സംഘത്തെയും കീഴടക്കലല്ലേ, ആ ഗനീമത്ത് സ്വത്ത് എടുക്കലല്ലേ നമുക്ക് നല്ലത്? ഇപ്പോൾ അബൂ സുഫിയാനെ കീഴ്പ്പെടുത്താനല്ലേ? കാരണം ആളുകൾ അവർ കുറവാണ്, മാത്രമല്ല നമ്മൾ അതിനുവേണ്ടി സജ്ജരായിട്ട് വന്നിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മഹാനായിരിക്കുന്ന പ്രവാചകൻ അത് കേട്ടുകൊണ്ട് വിഷമിക്കുകയാണ്. സഹാബിൽ തനിമാറ ഉങ്ങൾ നീന് വെണ്ണായിപ്പോൾ നമ്മിൽ ഉണർந்து വന്താൻ അബൂ ജാഹിൽ. ഈ സമയത്ത് വീണ്ടും മഹാനായിരിക്കുന്ന പ്രവാചകൻ ചോദിക്കുന്നതയോ സഹാബത്തെ, ഒന്നുകൂടെ ചിന്തിക്കുക, സഹാബത്തെ, എന്താണ് നമുക്ക് വേണ്ടത്? ജാഹിൽ തൻ ഖുറൈശി തലവന്മാരെ ആകെയും ഒരു മിറ്റിക്കൂട്ടി പോരെ, ദേഹത്തിൽ തലകിപ്പാൻ തന്നെ പാരെ ഒത്താദീനാൽ അല്ലയോ സഹാബത്തെ, എന്താണ് വേണ്ടത്? ഒന്നുകൂടെ ചിന്തിച്ചു പറയൂ സഹാബ, ഒന്നുകൂടെ ചിന്തിച്ചു പറയൂ സഹാബ എന്ന് പറയുന്നതായിരിക്കുന്ന സമയത്ത്. കാരണം അബൂജാഹിലും ഏകദേശം അവിടെയുള്ള എല്ലാ ഖുറൈശി മൂപ്പന്മാരും ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ. ഖുറൈശി മൂപ്പന്മാർ ഒരുമിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സഹാബത്തെ നമ്മൾ വേണ്ടത്, എന്താണ് സഹാബത്തെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഒന്നുകൂടെ ചിന്തിക്കുക. ആ സമയത്ത് ബഹുമാനപ്പെട്ട സഹാബത്ത് ചിലർ പറയുന്നു, നബിയെ ഉരത്താർ സഹാബാക്കൾ മഖ്ലൂഖാത്തടങ്കലിലും ഉടയോൻ റഹീമത്തായിരിക്കിയ റസൂലുള്ളാഹേ. നബിയെ, ഞങ്ങളിത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പോരുന്ന സമയത്ത് നമ്മുടെ ബാപ്പമാരോട്, നമ്മുടെ മാതാപിതാക്കളോട് വസിയത്ത് പറഞ്ഞിട്ടില്ല, ഭാര്യമാരോട് വസിയത്ത് പറഞ്ഞിട്ടില്ല. മാത്രമല്ല നമ്മുടെ കയ്യിലാണെങ്കിൽ ആയുധങ്ങൾ വളരെ കുറവാണ് നബിയെ. അതുകൊണ്ട് ഇതിറക്കി
തിരക്കി കൂറേശീന്ന് നെടിൽവാലും പാറിപ്പാറല്ലോ ജീനാതീരം നാമോക്കവർമാ അവർ മാർഗെടുപ്പതല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ആ സ്വത്ത് പിടിച്ചെടുക്കൽ നബിയെ എന്ന് ചോദിക്കുമ്പോൾ മഹാനാകുന്ന പ്രവാചകന്റെ മുഖം സന്തോഷപൂരിതമാകുന്നില്ല, മുഖം തെളിയുന്നില്ല. ആ സമയത്ത് മഹാനാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന നബിയെ എന്താണോ ഉദ്ദേശിക്കുന്നത്, അവിടുന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്യണം. ഇകലാൽ റദീനാനീർ അവർ ചെയ്യും പടി പോലൊക്കെ എന്താണോ അവിടുന്ന് പറയുന്നത് അത് അപ്രകാരം ഞങ്ങൾ തൃപ്തിപ്പെടും നബിയെ. മഹാനാകുന്ന ഉമറുൽ ഫാറൂഖ് പറയുന്ന നബിയെ എന്താണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നത് ചെയ്യണം. അങ്ങനെ പ്രധാനപ്പെട്ട സഹാബത്ത് മുഴുവനും പറയുമ്പോഴും മഹാനാകുന്ന പ്രവാചകൻ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ അവസാനം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല പറയുന്ന നബിയെ എന്താണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നത് അത് പ്രകാരം പറയണം, അത് പ്രകാരം ചെയ്യണം. ഞങ്ങൾ മുഴുവനും അതിന് സപ്പോർട്ടാണ്, ഞങ്ങൾ സപ്പോർട്ടാണ് നബിയെ എന്ന് പറയുമ്പോൾ മഹാനാകുന്ന പ്രവാചകൻ ഈ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെ കാരണം അറിയില്ലേഹിറക്കുള്ളോര് മോണ്ട് ശഹര് മുന്നേ അൻസാറും നബിയുമായി കാറാറുണ്ടുണ്ട്. ശറഫൂറ്റോർ മദീനം പോക്കിരിപ്പാനും അവരൊക്കെ സംസ്ഥാനം ഓടക്കം രക്ഷകൾ ചെയ്വാനോ നടുപോരിൽ തിരിയാമൽ ഏതിരിപ്പാനും മൊസാമേന്നൂരത്തുള്ള ആരാറ് തന്നിൽ പുറമ്പിണ്ടാകിലും ഇപ്പോൾ താലേ എണ്ടി പകരാതെ പൊതുവെ കാത്തതിനാലും അവർക്കുള്ളിന്നും മുഹാജിറാണവരെക്കാൾ പേരുത്തുള്ള സബാലും മുരിയാമൽ അവരെ ചൊല്ലിതും കേട്ടുവാൻ. മഹാനാർക്കുന്ന പ്രവാചകൻ ഈ ചോദ്യം ആവർത്തിക്കാനുള്ള കാരണം ഹിജ്റയുടെ 3 വർഷം മുമ്പ് അൻസാരികളും നബിയും തമ്മിൽ ഒരു കരാറുകൾ ചെയ്തിട്ടുണ്ട്. ഹിജ്റയുടെ 3 വർഷം മുമ്പ് മഹാനാർക്കുന്ന പ്രവാചകനും അൻസാരികളും തമ്മിൽ ഒരു കരാർ. ആ കരാറിൽ അവരുടെ മക്കളെ പോലെ, അവരുടെ ഭാര്യമാരെ പോലെ, അവരുടെ സ്വത്തുക്കളെ പോലെ മഹാനാർക്കുന്ന പ്രവാചകനെ സംരക്ഷിക്കും, മദീനയിൽ വെച്ചുകൊണ്ട് സംരക്ഷിക്കും എന്നുള്ളൊരു വാക്കുണ്ട്. പക്ഷേ മദീനക്ക് പുറത്ത് വെച്ചുകൊണ്ട് അത് വാഗ്ദാനം ചെയ്തിട്ടില്ല. ബദറാവട്ടെ മദീനയുടെ പുറത്താണ് താനും. മാത്രമല്ല മുഹാജിറുകളെക്കാൾ ഇവിടെ കൂടുതലുള്ളത് അൻസാരികളാണ് താനും. അതുകൊണ്ട് ഇവര് ഈ വാക്കുകൾ പാലിക്കുമോ എന്നുള്ളതാണ് മഹാനാർക്കുന്ന പ്രവാചകന്റെ ഭയം. മഹമൂത്ത് ദേവി പിന്നും മടക്കി ചോദിടും പോതിൽ മതിബീരു ഉപദത്തുറ്റാർ പുകൾമൂത്തീരബിയനീർ ഒരുങ്കോയിൻ മാനം പോലെ പൊരുതുവാനാടൻ പിന്നെ ആബിയൻ കൊള്ള മുഖമ്പേത്താജിലും അൻസാറിയതിൽ നിന്നോരോ പേരും മുന്തി പിൻതാരിൻ തീട്ടാത്തോര് പൊതുമേ. മഹാനാർക്കുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻസാരികളുടെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞു നബിയെ അവിടുന്ന് എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ പറയണം. അദൻ കൊള്ളയും അബിയൻ കൊള്ളയുമാണ് യുദ്ധത്തിന് പോകാൻ തയ്യാറാകുന്നത് എങ്കിൽ അൻസാരികൾ അതിന് തയ്യാറാണ് നബിയെ. ഏറ്റവും ദുർഘടം പിടിച്ച സ്ഥലമായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ അത്. അതുകൊണ്ട് അങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അങ്ങോട്ട് പോകാനും ഞങ്ങൾ തയ്യാറാണ് നബിയെ എന്ന് പറയുമ്പോൾ മിഖ്ദാദ് ഇബ്നു മിഖ്ദാദ് റളിയല്ലാഹു തആല പറയുകയാണ് നബിയെ ഇവിടെ എന്താണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ പറയണം.
ഇങ്ങനെ സഹാബത്തിൽ നിന്ന് പ്രധാനികളായിരിക്കുന്ന മുഹാജികളുടെയും അൻസാറുകളുടെയും നേതാക്കന്മാരാക്കുന്ന ആളുകൾ മുഴുവനും പ്രവാചകരോട് വീണ്ടും വീണ്ടും പറയുന്ന നബി എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യാം, യാതൊരു പ്രശ്നവും ഇല്ല. മൂസ നബി അലൈഹി സ്വലാമിന്റെ സമുദായം പറഞ്ഞതുപോലെ ഫദ്ഹബ് അന്ത വറബ്ബുക ഫഖാതിനാ ഇന്നാ ഹൗനാ ഖാഇദൂൻ, മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയില്ല പ്രവാചകരെ. ഞങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളാണ്, അനുയായികളാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഫദ്ഹബ് അന്ത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ, നബിയെ അവിടുന്ന് അവിടുത്തെ അള്ളാഹും യുദ്ധം ചെയ്യാൻ ഞങ്ങളും നിങ്ങളോട് കൂടെ യുദ്ധം ചെയ്യാനുണ്ട് എന്നാണ് പറയാനുള്ളത്. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ കേട്ടിട്ട് മഹാനാക്കുന്ന പ്രവാചകൻ വീണ്ടും വീണ്ടും ഇത് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഷാഹിബിന് ചോദിക്കുകയാണ്, ചോദ്യമേ തരിത്തുടൻ പങ്കജമലർപാൽ അലറിയപ്പോൾ ഞാനേ, തരിത്തുടൻ പങ്കജമലർപാൽ അലറിയപ്പോൾ ഉരത്തതുക്കെല്ലാം കരുണയിലെ ഉമതെ കൊണ്ടും ഉമെ തിരിത്ത് വഴിയെ കൊണ്ടും നബിയേ. അല്ല നബിയെ, അൻസാരികളാർക്കണ ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണോ ഈ ചോദ്യം വീണ്ടും വീണ്ടും തങ്ങൾ ആവർത്തിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മഹാനാർക്കുന്ന പ്രവാചകൻ പറയുന്നു, അതേ സാഹചര്യ അത് തന്നെയാണ്, നിങ്ങളെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അൻസാറുകളുടെ മറുപടി തന്നെയാണ് എനിക്ക് കിട്ടേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് സാഹചര്യ ഞാനിത് ആവർത്തിച്ച് ചോദിക്കുന്നത് എന്ന് മഹാനാർക്കുന്ന സാഹിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്. ആ സമയത്ത് സാഹിബ് റളിയല്ലാഹു തആല പറയുന്നു, തരിത്തുളം കൊണ്ടുറച്ച് ഹക്കാൽ മുടുക്ക് ചിക്ക പതിത്ത് തരത്തെ നാവാൽ ബലിപ്പെടുത്തി വിശ്വാസിത്താ കരുത്ത് തരികയും ചെയ്തു മറ്റും ഞങ്ങൾ അറുതി മറന്നപ്പോൾ സാവിരെങ്കിൽ മനസ്സ് കേൾക്കും മതുമ്പൻ താവേ ഇപ്പോൾ. അല്ലയോ നബിയെ, ഞങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചവരല്ല നബിയെ, താങ്കൾക്ക് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തവരല്ല നബിയെ, എല്ലാവിധ സംരക്ഷണങ്ങളും വാഗ്ദാനം ചെയ്തവരാണല്ലോ നബിയെ. അങ്ങനെ എല്ലാം വാഗ്ദാനം ചെയ്തിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ സംശയിക്കാനുള്ള കാരണം എന്താണ് നബിയെ? എന്താണ് വീണ്ടും വീണ്ടും ഞങ്ങളുടെ ഉറപ്പ് ചോദിക്കാനുള്ള കാരണം എന്ന് മനസ്സിലാകുന്നില്ല. എമതിൽ കൽപ്പിത്തിടുവിന്തങ്ങൾ ഉണമിൽ വ്യക്തമിതമേ, എപ്പോഴും നാം മോമയ്ക്കുള്ളിഷ്ടം വഴങ്ങി വണങ്ങി വഴിപ്പെടുമേ, കമലതയെ കടക്കുവാൻ നീർ അരുളൊട്ടും മടിയ കടക്കും അന്തരീക്ഷണത്തിൽ ഞങ്ങൾ പെരിയോടാമേ ശരിയാം. ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല നബിയെ, അവിടുന്ന് ബഹറിൽ കടക്കാനാണ് പറയുന്നത് എങ്കിൽ അതിനോട് ഞങ്ങൾ തയ്യാറാണ് നബിയെ, യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. എന്താണ് അവിടുത്തെ കൽപ്പന അത് അക്ഷരം പ്രതി സ്വീകരിക്കാൻ അൻസാരികൾ തയ്യാറാണ്. ഇത് വെറുതെ പറയുന്നതല്ല, പടച്ചുറപ്പാണ് സത്യം, പെരിയോടാണ് ശരിയാം, ഇത് പറഞ്ഞത് ശരിയാണ്. സുമതിയന്റെ യൂറോപ്പേമേക്കുൾ വംശത്തോടെ ഉള്ളമേ, സുഹൃതം എൻ ചൊൽ കൈഫിയത്തെ അറിയും പോരിൻ തലവേ, സമരമേർപ്പെടുമ്പോൾ ഞങ്ങൾ ഉറപ്പും കൂർമ്മ കടപ്പും തരിച്ചിട്ടിടാം ഞെരുക്കത്തിലുൾ സഹിപ്പും അതും മികപ്പും മികവ് ജ്ഞാന ഗുണമനസ്സിൽ ഇഷ്ടമായ നബിയെ, ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് അൻസാരികൾ ഏത് രൂപത്തിലാണ് യുദ്ധം ചെയ്തത് എന്ന് ഞങ്ങൾക്ക് കൺകുളിരൊക്കെ കാണാം നബിയെ. ഞങ്ങളുടെ വാടിന്റെ ടനാ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് സന്തോഷിക്കാൻ അങ്ങേക്ക് സാധിക്കും നബിയെ. ഞങ്ങളുടെ കഴിവും ഞങ്ങളുടെ പാഠവും യുദ്ധപ്പാഠവും എല്ലാം കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ കുളിരണിയാൻ താങ്കൾക്ക് കഴിയും നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനാർക്കൽ സാഹിബ് റളിയല്ലാഹു തആല വീണ്ടും വീണ്ടും അൻസാരികളെ പറ്റി പറയുകയാണ്. മികവ് ജ്ഞാന ഗുണമനസ്സിൽ ഇഷ്ടമായ അവസ്ഥ നിന്ന തങ്കൽ ചിറയും കാട്ടി തരുവാൻ പോരും സമസ്ത പുകളുലകം നിറൈത് പൊങ്കി തുല്ലുങ്കും വജ്രമണിയേ ഒരുതം പോലെ മുഖത്തേക്കുങ്കൾ വിടുവിൻ ഹമീം നബിയേ. വികുട്ടരാനെ പകയരോട് ഇരണത്തിന്റെ ഉണർന്നേ വിഷമില്ല ഉറ്റനകളുടെ ഉറപ്പുരുക്കും കഴിന്തേ ജിഗത്തരാനോർ സാഴ്ത് ചൊന്ന് വചനം എല്ലാം സമയായി ജിനാലിൽ ദീപാത്തിരുമുഖവും തെല്ലിന്റെ പൊട്ടി ഫർഹായ്. അങ്ങനെ നബിയെ,
അങ്ങേ ഞങ്ങൾ അയക്കൂ നബിയെ, ഞങ്ങൾക്ക് സമ്മതം തരൂ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനാക്കുന്ന സാഹചര്യം അല്ലാഹു തആല സദാ പുറപ്പെടുകയാണ്. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞങ്ങളിതാ ഒരുങ്ങിക്കഴിഞ്ഞു നബിയെ എന്ന് പറഞ്ഞതായിരിക്കുന്ന സമയത്ത് മഹാനാക്കുന്ന പ്രവാചകന്റെ മുഖം വല്ലാതെ സന്തോഷിച്ചു. ഈ മറുപടിക്ക് വേണ്ടിയായിരുന്നു മഹാനാക്കുന്ന പ്രവാചകൻ വീണ്ടും വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് ചോദിച്ചത്. അങ്ങനെ മഹാനാക്കുന്ന പ്രവാചകനും സഹാബത്തും പുറപ്പെടുകയാണ്. ഗഫ്റാനിൽ നിന്ന് പുറപ്പെടുകയാണ്. ഗഫ്റാനിൽ പുറപ്പെടുന്ന സമയത്ത് തന്റെ നമുക്ക് താനവൻ കണ്ടേനിൽ വാഴ്ത ചെയ്തൊണ്ടിനെ ജയമാക്കും എന്താനേ പകയർ ഖുറൈശീനിൽ തലവറുകൾ വേണ്ടിയിടം തലവേയെതിർപ്പാലേയുമൈകൾ പൗരോടെ വേഗത്തിൽ സീറോത്താനത്തിൽ പാറോടെ പാരേ. സഹാബത്തെ, ഖുറൈശി വിഭാഗം കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന സ്ഥലം കാണാൻ വേണ്ടി, അവരെ അല്ലാഹു നമുക്ക് കീഴ്പ്പെടുത്തുന്ന സ്ഥലം കാണാൻ വേണ്ടി വരൂ സഹാബ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിന് മഹാനാക്കുന്ന പ്രവാചകൻ ഗഫ്റാനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ പറയുവാനും കേൾക്കുവാനും സർവശക്തനാക്കുന്ന അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇത് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.